എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഹൈന്ദവ സംസ്കാരമനുസരിച്ച് മാസങ്ങളെ പലതായി തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് മാസം തുടങ്ങുന്നതനുസരിച്ച് തന്നെ നോക്കാം. ജനുവരി മുതൽ ഫെബ്രുവരി വരെ മാഘമാസം എന്ന് പറയും. ഫെബ്രുവരി മുതൽ മാർച്ച് വരെ ഫാൽഗുന മാസം എന്ന് പറയും. മാർച്ച് മുതൽ ഏപ്രിൽ വരെ ചൈത്രമാസം എന്നും, ഏപ്രിൽ മുതൽ മെയ് വരെ വൈശാഖ മാസം എന്നും, മെയ് മുതൽ ജൂൺ വരെ ജ്യേഷ്ഠമാസമെന്നും, ജൂൺ മുതൽ ജൂലൈ വരെ ആഷാഢമാസമെന്നും, ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ ശ്രാവണ മാസമെന്നും, ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഭാദ്രപ്രദ മാസമെന്നും, സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ അശ്വിന മാസം എന്നും, ഒക്ടോബർ മുതൽ നവംബർ വരെ കാർത്തിക മാസമെന്നും, നവംബർ മുതൽ ഡിസംബർ വരെ മാർഗശീർഷ മാസമെന്നും, ഡിസംബർ മുതൽ ജനുവരി വരെ പൗഷമാസമെന്നും പറയുന്നു. ഈ പറഞ്ഞ 12 മാസങ്ങൾ എല്ലാ വർഷവും വരുന്നുണ്ടെങ്കിലും പുരുഷോത്തമ മാസം മാത്രം എല്ലാ വർഷവും വരുന്നില്ല. ശരിയായി പറഞ്ഞാൽ ചന്ദ്രൻ 12 രാശികളിലുള്ള ഒരു ചക്രം 354.37 ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്. സൗരവർഷത്തെ അപേക്ഷിച്ച് അത് കുറവാണ്. സൗര കലണ്ടർ അനുസരിച്ച് 365 ദിവസങ്ങളുണ്ട്. ഏകദേശം ഒരു 10.5 ആ ദിവസത്തേക്ക് ഒരു വ്യത്യാസം ഉണ്ടാവും. അതെല്ലാം കൂടി 3 വർഷം കൂടുമ്പോൾ ഒരു മാസത്തെ ദിവസങ്ങളാവുന്നു. അതിനാൽ ദീർഘകാല സൗരവർഷത്തിൻ്റെയും ദൈർഘ്യം കുറഞ്ഞ ചന്ദ്രവർഷത്തിൻ്റെയും ഏകദേശം ഒരു 10 ദിവസത്തെ വ്യത്യാസം കണക്കാക്കിക്കൊണ്ട് 2 കലണ്ടറുകളിലും വരുന്ന വ്യത്യാസം അധിക ദിവസങ്ങളായി വരുന്നു. ആ അധിക ദിവസങ്ങളെ സൗരവർഷത്തിൻ്റെ ഒപ്പമാക്കുന്നതിന് വേണ്ടി 3 വർഷം കൂടുമ്പോൾ ഈ 10 ദിവസങ്ങളെ ഒരു അധിക മാസമായി കണക്കാക്കി അധിക മാസം എന്ന പേരിൽ അറിയപ്പെട്ടു. ആ അധിക മാസത്തെയാണ് പുരുഷോത്തമ മാസം എന്ന് പറയുന്നത്. പുരുഷോത്തമ മാസം ഭഗവാൻ കൃഷ്ണന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഭഗവാൻ പറയുന്നു, ഈ മാസത്തിൽ എന്നെ ഭക്തിയോടെ ആരാധിക്കുന്നവരുടെ എല്ലാ പാപകർമ്മങ്ങളും ദഹിപ്പിക്കപ്പെടും, അതായത് ഇല്ലാതാകും. കൂടാതെ ആഗ്രഹ നിവൃത്തി വരുത്തി കൂടുതൽ ആഗ്രഹങ്ങളില്ലാത്ത അവസ്ഥയിലാകും. അപ്പോൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥിരതാമസമാക്കും. അങ്ങനെ എല്ലാ തെറ്റുകളിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടും. അങ്ങനെ അവരുടെ ജീവിതം സന്തോഷവും സുഖവും നിറഞ്ഞതാകും. പുരുഷോത്തമ മാസം ബ്രഹ്മസ്നാനം, ജപം, ക്ഷേത്രദർശനം, ദാനം എന്നിവയാൽ കഴിയുന്നവർ എന്നും സന്തോഷം അനുഭവിക്കുന്നവരായിരിക്കും. മോക്ഷം ലഭിക്കും. പുരുഷോത്തമ മാസത്തിൽ ശ്രീ രാധാകൃഷ്ണനായിട്ടാണ് ഭജിക്കേണ്ടത്. മുരളിയൂതുന്ന പീതാംബരധാരിയായി രാധയോടൊപ്പം നിൽക്കുന്ന ശ്രീ രാധാകൃഷ്ണനെയാണ് പൂജിക്കേണ്ടത്. പുരുഷോത്തമ മാസത്തിൽ ജപമാല വെച്ച് ജപിക്കുക, തുളസി പൂജ, ശ്രീ ഭഗവത്ഗീതാ പാരായണം എന്നിവയെല്ലാം ചെയ്ത് ഭക്തിയോടെ ആചരിക്കുന്നത് 16 കാർത്തിക വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതിൻ്റെ ഗുണം നൽകും എന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറയുന്നു, പുരുഷോത്തമ മാസത്തിൽ ഉപാസിക്കുന്ന ഭക്തനെ എല്ലാ തരത്തിലും ഞാൻ അനുഗ്രഹിക്കുന്നു. പുരുഷോത്തമ വ്രതം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ എല്ലാ പാപഫലങ്ങളും നശിച്ച് സൗഖ്യമുണ്ടാകും. പുരുഷോത്തമ വ്രതം അനുഷ്ഠിക്കാതെ ഒരാൾക്ക് ശുദ്ധമായ ഭക്തി ലഭിക്കില്ല. വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മറ്റെല്ലാ തരത്തിലുള്ള തപസ്സുകളെക്കാളും മതപരമായ പ്രവർത്തനങ്ങളെക്കാളും പുരുഷോത്തമ മാസത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അതിനാൽ പുരുഷോത്തമ മാസാചരണവും പുരുഷോത്തമ വ്രതവും അനുഷ്ഠിക്കുന്ന ഭക്തൻ ജീവിത സൗഖ്യവും ഒടുവിൽ മോക്ഷം ലഭിച്ച് എന്നോടുകൂടെ ചേരുകയും ചെയ്യും എന്ന് പറയുന്നു. പുരുഷോത്തമ മാസം ആന്തരികമായി ഒരു ശുദ്ധീകരണത്തിനുള്ള സമയമാണ്. അതിലൂടെ ശുദ്ധി നേടിയാണ് നമ്മൾ പുരുഷോത്തമനായ രാമനെ ആരാധിക്കുന്ന രാമായണ മാസത്തിലേക്ക് കടക്കുന്നത്. ശുദ്ധമായ മനസ്സോടും ശരീരത്തോടും കൂടിയുള്ള പ്രാർത്ഥന, യാത്ര, അത് ഏവർക്കും എല്ലാ മംഗളങ്ങളും നൽകും. പുരുഷോത്തമ മാസം അവസാനിക്കാൻ ഇനി 15 ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. ഇന്ന് തന്നെ തുടങ്ങിയാലും മതി. ഈ മാസത്തിൽ ചെയ്യുന്ന വളരെ ചെറിയ പൂജയ്ക്ക് പോലും വലിയ ഫലങ്ങളാണ്. നമുക്കിനി പുരുഷോത്തമ മാസം എന്ന പേര് വന്നതെങ്ങനെയാണെന്ന് നോക്കാം. മാസങ്ങളിലൊന്നും പെടാതെ അധികമായി വന്നതുകൊണ്ട് അധികമാസം അഥവാ മലമാസം എന്ന പേരിലാണ് ഈ മാസത്തെ അറിയപ്പെട്ടിരുന്നത്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ കഥകളായിട്ടാണ് ഈ മാസത്തിൻ്റെ
കാര്യം പറഞ്ഞിരിക്കുന്നത്. കൂടാതെ കുട്ടികൾക്ക് കഥ കേൾക്കാൻ വളരെ ഇഷ്ടമാണല്ലോ. നമ്മുടെ പുരാണങ്ങളിലെല്ലാം എല്ലാ മാസങ്ങൾക്കും അതതിൻ്റേതായ പ്രാധാന്യവും നല്ലൊരു നാമവുമുണ്ട്. തൻ്റേത് മാത്രം ഒരു അധികപ്പറ്റുപോലെ അധികമാസം അഥവാ മലമാസം എന്നുവെച്ചാൽ അഴുക്ക് മാസം എന്ന നിലയിൽ എല്ലാവരാലും അവഗണിക്കപ്പെട്ട് കിടന്നപ്പോൾ അധികമാസത്തിന് വളരെ വിഷമമായി. ഇങ്ങനെ അപമാനിതനായ അധികമാസം വൈകുണ്ഠത്തിൽ പോയി ശ്രീനാരായണനോട് തൻ്റെ ദുഃഖം പറഞ്ഞു. അതുകേട്ട് വൈകുണ്ഠാധിപൻ അധികമാസത്തെയും കൂട്ടി ഗോലോകത്ത് ശ്രീകൃഷ്ണനെ ചെന്ന് കണ്ട് അധികമാസത്തിൻ്റെ ദുഃഖം പറഞ്ഞു. അതിൽ കരുണ തോന്നിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ അധികമാസത്തോട് ഇങ്ങനെ പറഞ്ഞു: ഭൂലോകം മുഴുവൻ എന്നെ പുരുഷോത്തമനായി ആരാധിക്കുന്നത് പോലെ നിന്നെ ഈ അധികമാസത്തെ എൻ്റെ നാമത്തിൽ അഥവാ പുരുഷോത്തമ മാസം എന്ന പേരിൽ വിശിഷ്ടമായി ആചരിക്കപ്പെടും എന്ന് അനുഗ്രഹിക്കുന്നു. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പുരുഷോത്തമ മാസത്തിന് നൽകുന്നു. ഇന്നു മുതൽ എന്നെപ്പോലെ പുരുഷോത്തമ മാസമാണ് മറ്റെല്ലാ മാസങ്ങളെക്കാളും രാജാവ് എന്ന് അരുളി ചെയ്തു. അതിനാൽ പുരുഷോത്തമ മാസത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഭക്തിയോടെ ആരാധിക്കുന്നവരുടെ എല്ലാ പാപകർമ്മങ്ങളും നശിച്ച് അവർക്ക് സുഖലോലുപ സംതൃപ്തിയോടുകൂടി വളരെ കാലം ജീവിക്കാനും ഒടുവിൽ മോക്ഷം ലഭിച്ച് ഭഗവാനോടുകൂടെ ചേരാനും സാധിക്കുന്നു. പ്രധാനപ്പെട്ട 2 ഏകാദശികളാണ് ഈ അധികമാസമായ പുരുഷോത്തമ മാസത്തിൽ വരുന്നത്. ഈ മാസത്തിലെ 2ാമത്തെ ഏകാദശി ജൂൺ 11-നാണ്. ആ ദിവസത്തെ പരമ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ കടബാധ്യതകൾ ഉള്ളവർക്ക് കടങ്ങളില്ലാതെയാവുകയും സാമ്പത്തികമായിട്ട് കഷ്ടത അനുഭവിക്കുന്നവരുടെ കഷ്ടതകൾ മാറിക്കിട്ടുകയും ചെയ്യും. പരമ ഏകാദശിയോടനുബന്ധിച്ചുള്ള പഞ്ചരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതാണ് കൂടുതൽ ഫലം ലഭിക്കുക. കുചേലനെ പോലും കുബേരനാക്കുന്ന വ്രതമാണ് പരമ ഏകാദശി വ്രതം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പരമ ഏകാദശി വ്രതം ജൂൺ 11 വ്യാഴാഴ്ച ദിവസമാണ്. പുരുഷോത്തമ മാസത്തിലെ വ്യാഴാഴ്ച ദിവസമാണ് വരുന്നത്. ശ്രീകൃഷ്ണന് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം. ശ്രീ രാധാസമേതനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭജിച്ച് ശുദ്ധമായ മനസ്സോടെയാണ് നമ്മൾ പരമ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്. പരമ ഏകാദശിയുടെ ഫലം സമ്പദ് സമൃദ്ധിയും സൗഖ്യവുമാണ്. രാധാസമേതനായ കൃഷ്ണൻ പ്രേമലോലുപനാണ്. അതായത് ശുദ്ധമായ മനസ്സോടെ എല്ലാ ജീവജാലങ്ങളെയും പ്രണയിക്കുക, സ്നേഹിക്കുക. കളങ്കമില്ലാത്ത, ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം. അതുവഴി നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കപ്പെടും. തിരിച്ച് പ്രതീക്ഷിക്കുന്ന സ്നേഹമാണ് വെറുപ്പും ദേഷ്യവും ഉണ്ടാക്കുക, അസൂയ ഉണ്ടാവുക. തിരിച്ച് പ്രതീക്ഷിക്കാതെയുള്ള അകമഴിഞ്ഞ സ്നേഹം നമ്മളെ ശുദ്ധീകരിക്കും. ദുരാഗ്രഹം, ദുഷ്ടത, അസൂയ, അഹങ്കാരം ഒന്നും ബാധിക്കില്ല. അത് നമ്മളെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെയായിട്ടാണ് നമ്മൾ പരമ ഏകാദശി അനുഷ്ഠിക്കുന്നത്. അതിലൂടെ സന്തോഷവും സൗഭാഗ്യവും ലഭിക്കും. ഒടുവിൽ ഭഗവാനോട് ചേർന്ന് മോക്ഷവും ലഭിക്കും. പുരുഷോത്തമ മാസത്തിൽ ചൗരാഷ്ടകം ജപിക്കുന്നത് വളരെ പുണ്യമാണ്. ശ്രീകൃഷ്ണൻ്റെ പരമഭക്തനായ ബില്വമംഗള താക്കൂർ രചിച്ച ചൗരാഷ്ടകം എന്ന കവിത, കള്ളകൃഷ്ണൻ, വെണ്ണ മോഷ്ടിക്കുന്നവൻ, വസ്ത്രങ്ങൾ മോഷ്ടിക്കുന്നവൻ, പാപങ്ങളെ, ഭക്തരുടെ പാപങ്ങളെ മോഷ്ടിക്കുന്നവൻ, രാധയുടെ ഹൃദയത്തെ മോഷ്ടിച്ചവൻ, എല്ലാ ഭക്തജനങ്ങളുടെയും കഷ്ടങ്ങളെ മോഷ്ടിക്കുന്നവൻ, അങ്ങനെയുള്ള കൊച്ചു കള്ളൻ, വികൃതിയായ കള്ളനായിട്ട് കൃഷ്ണനെ വിവരിക്കുന്ന ഒരു മനോഹരമായ ഒരു കവിതയാണ് ചൗരാഷ്ടകം. അത് ജപിക്കുന്നത് കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അത് ജപിക്കുന്നതിലൂടെ പുരുഷോത്തമ മാസത്തിൽ നമുക്ക് കൃഷ്ണൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നു. ചൗരാഷ്ടകം ഉടൻ തന്നെ ചൊല്ലി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ്. പുരുഷോത്തമ മാസം എല്ലാ ഭക്തിയോടും കൂടി ശ്രീ രാധാകൃഷ്ണനെ ആരാധിച്ച് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങൾക്കും നിങ്ങളെല്ലാവരും പാത്രമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാധികാ പ്രേമ മാധ്വിക മാധുരീ മുദിതാന്തരം കന്ദർപ്പവൃന്ദ സൗന്ദര്യം ഗോവിന്ദമഭിവാദയേ ശൃംഗാരരസശൃംഗാരം കർണികാരാത്തകർണികം വന്ദേ ശ്രിയാ നവാഭ്രാണാ
വിഭ്രാണാം വിഭ്രമ